എന്താണേലും കൊള്ളാമല്ലേ. രണ്ട് മനുഷ്യമൃഗങ്ങൾ, രണ്ട് അലവലാതി തെണ്ടിപ്പട്ടി തൊട്ടി. തെണ്ടിപ്പട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, പന്ന പൊലഹടി മക്കൾ. ദയവേത് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണാണ്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു ഡിസ്ക്ലൈമർ. അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഞാൻ ഈ തെറി പറയുന്നത് കുറയ്ക്കാൻ ശ്രമിക്കാം. പക്ഷേ എന്നാലും ഇത് ഒരുപാട് പഴയ ന്യൂസാണ്, ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇത് ഒരിക്കലും കേരള സമൂഹം മറക്കില്ല. ഇതിനെക്കുറിച്ച് അടുത്ത് തന്നെ സിനിമയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം അവന്മാരും ഒരു ടൈപ്പിലുള്ള പാരസൈറ്റ്സ് ആണല്ലോ, നരഭോജികൾ എന്നൊക്കെ പറയുന്ന പോലെ. ഈ സലീം കുമാർ സാറിൻ്റെ ലാസ്റ്റ് സെറിമണിയിൽ അവിടെ ചെന്നിട്ട് അലമ്പ് കാണിച്ച ആൾക്കാരാണ് നമ്മുടെ മീഡിയക്കാർ. ഇവന്മാർക്ക് രണ്ട് റീച്ച് കിട്ടുമെങ്കിൽ ഇവന്മാർ എന്ത് തോന്നിയാസവും കാണിക്കും. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ രംഗബോധമില്ലാത്ത കോമാളി തായോളികളാണ് ഈ മൊബൈലും പിടിച്ച് കിടക്കുന്ന കുറേ മീഡിയാസ് എന്ന് പറഞ്ഞ് അവരെ തന്നെ അവർ വിശേഷിപ്പിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരുള്ളതുകൊണ്ടാണ് എന്നെ പോലത്തെ ആൾക്കാരും തെറി കേൾക്കുന്നത്. നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകാറുമില്ല, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മൊബൈൽ ഓൺ ചെയ്ത് പിടിക്കാറുമില്ല. ഒരു നടനെ ഒരു എയർപോർട്ടിൽ കണ്ടാൽ ഉടനെ മൊബൈലും പിടിച്ചുകൊണ്ട് അവൻ്റെ പുറകിന് ഓടുക. എന്ത് കാര്യത്തിനാടാ? അവൻ എന്താ എടുത്ത് വായി വെച്ച് തരുമോ? ഇല്ല അവൻ എന്തെങ്കിലും തരുമോ നിങ്ങൾക്ക്? അല്ല, നിങ്ങളുടെ വിചാരം എന്താ? ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പണ്ട് മുതലേ നമ്മളങ്ങനെ സിനിമാക്കാരുടെ പുറകിൽ ഓടുന്ന സ്വഭാവമുള്ള ആളല്ല. അപ്പോൾ എന്നോട് പറയും കുറേ പിള്ളേർ, എടാ മൈര നിനക്ക് അസൂയല്ലേടാ, അതുകൊണ്ടല്ലേടാ നീ അങ്ങനെ പുറകിന് ഓടാത്തത്, അങ്ങനെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ചോദിക്കാത്തത്, അതുകൊണ്ടല്ലേടാന്ന്. എന്ത് അസൂയാണ്? ഞാനിപ്പോൾ അവരെ കണ്ട് അസൂയപ്പെട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഇല്ല അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? എനിക്ക് അസൂയം പറയുന്നില്ല. എനിക്കെന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ സെൽഫി എടുക്കട്ടെ, ഞാൻ ഇങ്ങനെ കുൽഫി എടുക്കട്ടെ, ഞാൻ ഹലോ സാർ, എന്താ സാർ, ഏതാ സാർ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മഹാമോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ പ്രൈവസി ഞാൻ ട്രെയിനിലൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആരോടും പോയിട്ട് ഹലോ പറഞ്ഞിട്ടുമില്ല. ഞാൻ ഹലോ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ഹലോ എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഞാൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പോയിട്ട് അവൻ്റെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ അവന്മാർ ആകെ കൂടെ ടയേർഡാണ് ഇങ്ങനത്തെ ആൾക്കാർ കാരണം. അതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി ചാകുക. അതാണ് ഈ തെണ്ടികളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രായമുള്ള ആൾക്കാർ ആ സമയത്ത് അവന്മാർ ഇങ്ങനെ ഓടും, ചാടും, മറിയും, ചേട്ടാ അയ്യോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ടെനി ടോം പോലത്തെ ആൾക്കാർ, മറ്റേ അവൻ്റെ പേരെന്താ, ഷൈൻ ടോം ചാക്കോ, ഇതുപോലത്തെ ആൾക്കാർ, വേറെ ഒരുത്തുണ്ടല്ലോ ശ്രീനാഥ് വാസി, ഇങ്ങനത്തെ തെണ്ടി തൊട്ടികളൊക്കെ ജാട കാണിച്ച് നടക്കുന്നത് അതുകൊണ്ടാണ്. ഒന്നുമില്ല, ഈ തൊപ്പി വരെ ഇപ്പോൾ ജാടയാണ്. അവനെക്കുറിച്ച് എന്തോ കോൺട്രവേഴ്സിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമാക്കാരുടെ പുറകിൽ ഇങ്ങനെ ഓടി പെടഞ്ഞ് ഇങ്ങനെ പോയിട്ട് തമിഴ്നാട്ടിൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ പറയണ്ട. സൽമാൻ ഖാനിനെ അവിടെ എഴുതി കാണിച്ചാൽ മതി. അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്, ജാൻവി കപൂർ എന്നൊക്കെ എഴുതി കാണിച്ചാൽ അവിടെ പോയിട്ട് വാണം വിട്ടിട്ട് വരും. അമ്മാതിരി ടീംസാണ്. അപ്പോൾ ഈ ഊളന്മാർ, ഈ തെണ്ടികൾ കാരണമാണ് ഇവന്മാർക്ക് ഇത്രയും കോടി കാശ് കിട്ടുന്നതും ഇവന്മാർ ഇത്രയും ഡിമാൻഡ് കാണിക്കുന്നത്. ഒന്നും വേണ്ടെന്നേ, ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇപ്പോൾ മേടിക്കുന്നത് 2 മിനിറ്റിന് മറ്റേ 2 ലക്ഷം 4 ലക്ഷമൊക്കെയാണ്. എന്താ ഒന്ന് ആലോചിച്ചോണേ. അതുപോലത്തെ ഒരു സമൂഹമായിട്ട് നമ്മളങ്ങ് മാറിപ്പോയി. അങ്ങ് പ്രാന്താന്നേ. അങ്ങനെ പോയിട്ട് അങ്ങനെ തെണ്ടി ഇങ്ങനെ ഫുഡ് കഴിക്കണോ? അങ്ങനെയുള്ള ഒരു പ്രശസ്തി വേണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തിനാ ഇങ്ങനെ പോയിട്ട് ആരംഭാക്കുന്നത്? ഇങ്ങനെ പോയിട്ട് ഓരോ ആൾക്കാരെ കാണുമ്പോഴും അവിടെ ചെന്ന് അയ്യോ സോർ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കിട്ടുന്ന ആ ഒരു ഇത് വേണ്ട മയിര് അത് മനസ്സിലാവത്തില്ല. അത് എത്ര പറഞ്ഞാലും കാര്യത്തിനോട് അടുക്കുമ്പോൾ എന്തോ പറയുമല്ലോ, അതുപോലത്തെയാണ് നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം. ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും ഈ 2 മൃഗങ്ങൾ, ആ പെണ്ണുമ്പിള്ളയ്ക്ക് വലിയ അടിയും ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. മറ്റേ ഇവരെ കസ്റ്റഡിയിലാണോ? ഇവരിപ്പോൾ കസ്റ്റഡിയിലാണ്, അതാണ് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ കസ്റ്റഡിയിലായിരിക്കും. അല്ലാതെ അതിനു മുമ്പേ റിമാൻഡ് അടിച്ച് കാണുമല്ലോ. പിടിച്ചു കഴിയുമ്പോൾ ആദ്യം ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, റിമാൻഡ് എന്ന് പറഞ്ഞ് സബ് ജയിലിൽ കൊണ്ടുപോകും. സബ് ജയിലിൽ വെച്ചായിരിക്കും ഇവന് താങ്ങ് കിട്ടിയിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ അവിടുത്തെ പോലീസുകാർ അങ്ങനെ അടിക്കില്ല. പോലീസുകാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ, അതായത് ഒരു തഹയോളി വരുന്നുണ്ട് കേട്ടോ, ഇവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞു കാണും. ഇപ്പോൾ കുറേ ഊളന്മാർ വന്ന് എന്നോട് ചോദിക്കും, മേടാ മൈരേ നിന്നെ റിമാൻഡ് അടിച്ചിട്ടുണ്ടല്ലേ? നീ എന്നെ റിമാൻഡ് മറിയൊന്നും അടിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പോലീസുകാരുടെ കൂടെ പോയിട്ടുണ്ട് ഡ്രൈവിംഗ് ആയിട്ട്. നമുക്കിതൊക്കെ ഒരു ഹരമാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ഒരു ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ പോലീസുകാരുടെ ഒപ്പം ഇങ്ങനെ കറങ്ങി നടക്കും. പോലീസുകാരുടെ കൂടെ തന്നെ അവർക്കൊരു ഹെൽപ്പായിട്ട്. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള വണ്ടിയും ഗണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു കാറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവർ ഭയങ്കര വെൽക്കമിങ്ങാണ് നമ്മളെ.
വന്നടാ മറ്റേ അടിമ വന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ അവർ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ റിമാൻഡ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ശരിക്കും ജഡ്ജിൻ്റെ ഇതുപോലത്തെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ജഡ്ജിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും വരേണ്ടത് ഇതുപോലത്തെ കേസുകളിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആ ആണിന്, ആ പെണ്ണിന് കുറച്ച് എസ്കേപ്പൊക്കെ ആയി കാണും, അതിനും കിട്ടും. അതിന് നല്ല മറ്റേ കാടത്തികളുണ്ടാവും അവിടെ അകത്ത്, മറ്റേ റിമാൻഡ് ഇതിൽ ജയിലിൽ വേറെ കൊല കേസിലും ഇതിലൊക്കെ പെട്ടത് അവളുമാർ വന്ന് കൈകാര്യം ചെയ്തോളും. പക്ഷേ ഈ ആണുങ്ങളുടെ കേസിൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാതിൽ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, അതുപോലെ ചെറിയ വാതിലിലൂടെയാണ് കയറ്റി വിടുന്നത്. നമ്മളെ ഒന്നും അങ്ങനെ അകത്തോട്ട് കയറ്റില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ആ വാതിലിൻ്റെ അവിടം വരെയൊക്കെ പോകും. ആ വാതിലിനകത്തുള്ള സൗണ്ടൊക്കെ നമുക്ക് ചെറുതായിട്ട് കേൾക്കാം. ഈ ഒരു കാരണം ഇരുമ്പിൻ്റെ വാതിലാണ്, അതിനകത്ത് ഈ മറ്റേ മരത്തിൻ്റെ വലിയ കതവ് പോലത്തെ സംഭവമുണ്ട്. നമ്മുടെ കൂടെ വന്ന ഓഫീസർ അകത്തോട്ട് കയറി പോയി കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ കതവ് ഫുള്ളായിട്ട് അടയ്ക്കില്ല, ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് ചെറുതായിട്ട് കേൾക്കാം സൗണ്ടൊക്കെ, അകത്തുള്ള സംഭവങ്ങൾ. എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സംഭവം. ഈ ചെയിൻ കട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ നല്ല പെരുമാറില്ല. കാരണം ഒരു സ്ത്രീ താഴെ വീഴുകയും അവരുടെ കഴുത്ത് കട്ടാവുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ചെയിൻ സ്നാച്ചിങ്ങിൽ വരുന്ന അക്യൂസിനെ തന്നെ നല്ല അടിയാണ്. പിന്നെ വലിയ കൊലക്കേസ് അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ചെയ്യില്ല, അവരെയൊക്കെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അങ്ങ് സെല്ലിൽ അടയ്ക്കുകയാണ്. അവരെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം. കാരണം അവർ കൊന്നത് ഒരു ക്രിമിനലിനെ ആയിരിക്കുമല്ലോ. അത് നല്ലവരെ കൊന്നവരൊന്നും അങ്ങനെ വെറുതെ വിടില്ല. ക്രിമിനൽ തമ്മിൽ അടിച്ച് കൊല്ലുന്നവന്മാരെ ഒന്നും അങ്ങനെ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ കൂടെ വന്ന SI റിമാൻഡ് അടിക്കാൻ കൂടെ വന്ന ഓഫീഷ്യൽ പോയിട്ട് സൈനൊക്കെ ചെയ്ത് ആ പേപ്പറൊക്കെ കൈമാറി മറ്റേ ജയിലിലുള്ള സബ് ജയിലിലുള്ള അവിടുത്തെ ഓഫീസറിനെ ഇങ്ങനെ കാണിച്ച് ഇവനാണല്ലേ. അതും പ്രത്യേകിച്ച് ഇതുപോലത്തെ കേസ്, ഈ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വടി വെച്ചിട്ടുണ്ട്. ആ വടിയെടുത്ത് അപ്പോഴേ പടപടാ പൊരിപ്പിക്കല. അവിടെ ഹ്യൂമൻ റൈറ്റ്സും റൈറ്റ്സും ഒന്നും ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഈ മൈനന്മാരുടെ അടുത്തൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് കാണിക്കുന്ന ഈ കുറേ കിഴങ്ങന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അത് മറ്റേ ഗാന്ധിയുടെ ആൾക്കാർ, ഗാന്ധി മറ്റേ ഒരു സൈഡ് കാണിച്ച ഒരു സൈഡ് മറ്റേ തല്ലിയാവോ അത് കർത്താവാണല്ലേ, അത് ഫോളോ ചെയ്യുന്ന ആളാണല്ലോ ഗാന്ധി. അതുകൊണ്ടാണ് അവസാനം ഞാൻ ഗാന്ധിക്ക് എതിരായിട്ട് സംസാരിക്കുകയല്ല, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടനായാൽ അത് പണ്ടത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാരുടെ അടുത്തൊക്കെ അത് ചിലവാകും ആ ഒരു നമ്പർ. കാരണം അവർക്ക് കുറച്ചെങ്കിലൊക്കെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് ആ വക നമ്പരൊന്നും ചിലവാകില്ല. കാരണം ചില ആൾക്കാരുണ്ടെന്നേ അങ്ങ് പന്നന്മാരെന്ന് പറഞ്ഞാൽ അങ്ങ് പന്നന്മാരാണ്. ഇവന്മാരുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്. അമ്മാതിരി അത്രയ്ക്കും വൃത്തിയായിട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ മറ്റേ ഡയലോഗുണ്ടല്ലോ, എടാ ഇതാ ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത്, നിങ്ങളെ വന്ന് ബലാത്സംഗം ചെയ്യാത്തത് കഥവും കുത്തിപ്പൊളിച്ച് ആ ഡയലോഗുണ്ടല്ലോ, അത് ശരിക്കും സത്യമാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ അമ്മാതിരി വൃത്തിയായിട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ചിരിച്ചും ഇങ്ങനെ തമാശ പറഞ്ഞും നമ്മൾ ചായ കുടിക്കുന്നത്, നമ്മൾ സിഗരറ്റ് വലിക്കുന്ന അതേ സ്ഥലത്ത് നമ്മുടെ അടുത്ത് തന്നെ നിന്ന് സിഗരറ്റ് വലിക്കുകയും നമ്മുടെ അടുത്ത് തന്നെ സഹകരിച്ച് അങ്ങനെ അവൻ്റെ അടുത്ത് നമ്മൾ ചിലപ്പം ഒരു ലൈറ്ററൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീപ്പെട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അവൻ ചിലപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അമ്മാതിരി അത്രയ്ക്കും ക്ലോസ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്ന ഇതുപോലത്തെ ഇതുപോലത്തെ ഊമ്പന്മാരുടെ അടുത്ത്. ഇവന്മാർ വൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമല്ലോ, ഒന്നുമല്ല. അത്രയ്ക്കും വൃത്തിയായിട്ടവന്മാർ തരം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ സ്വന്തം അമ്മയല്ല പെങ്ങളല്ല, ആരെ വേണേൽ അവന്മാർ എന്തും വേണേൽ ചെയ്യും. മറ്റേ കിഡ്നി എടുത്ത് പുറത്തിടും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യും. കാശ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു മറ്റേ പ്രശസ്തിയോ കാശോ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഇതുപോലത്തെ ഈ ചെറ്റയൊക്കെ. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനീ നടക്കാൻ പറ്റാതെ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതൊന്നുമല്ല, ആ കൊച്ചുകുട്ടി അനുഭവിച്ച ആ കൊച്ചുകുട്ടി ആ ഒരു ചെറിയ പ്രായത്തിൽ അതിനൊന്നും അറിയില്ല, എന്നാലും അതിന് ആ വേദന എന്ന് പറയുന്നത് ഭയങ്കര വേദനയായിരിക്കില്ല ആ കൊച്ചുകുട്ടിക്ക്. അതിന് കറക്റ്റായിട്ട് അറിയില്ല വേദന കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കത് ആ വേദന എങ്ങനെ ഉണ്ടായി, ആ വേദന ആരുണ്ടാക്കി, ആ വേദന എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ആ മനസ്സിലാവുന്ന ഒരു പ്രായത്തിലാണ്. ഒരു 8-10 വയസ്സിലൊക്കെയാണ് വേദന എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഈ 1 വയസ്സ് 1.5 വയസ്സിലൊന്നും അത് അത്രയ്ക്കും അറിയില്ല. എന്നാലും ആ വേദന എന്ന് പറയുന്നത്, അതിനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്, അവനെയൊക്കെ ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ, ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ ഒന്നും ഈ മറ്റേ ചുമ്മാ ഇങ്ങനെ ജയിലിലിട്ട് ഇവന് ഫുഡ് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവന് ഫുഡൊക്കെ കൊടുത്ത് ഇവൻ നല്ല ഹെൽത്തി ആയിരിക്കണം, എന്നാലേ അവന് ആ വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അങ്ങനത്തെ ശിക്ഷകളൊക്കെ വരണം. അല്ലാതെ അവനെ എൻകൗണ്ടർ ചെയ്യുക, അവനെ തട്ടിക്കളയുക, അതൊക്കെ മോശം പരിപാടിയാണ്. അതൊന്നും പെട്ടെന്ന് അവൻ രക്ഷപ്പെടുകയാണ്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് ഇവനെയൊക്കെ ശരിക്കും
കൊല്ലരുത്. അങ്ങനെ ജീവിക്കണം ഇവൻ, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട്. കുരങ്ങ് ബൊമ്മൈ എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമയുണ്ട് തമിഴിൽ. അതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര സീനാണ്. അത് ക്ലൈമാക്സിൽ ഭയങ്കര കള്ളനാണ് ഈ വില്ലെന്ന് പറയുന്ന ആൾ. ഭയങ്കര കള്ളനാണ്. ഹീറോയുടെ അച്ഛനെ പീസാക്കി അങ്ങ് കട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, കുരങ്ങ് ബൊമ്മൈ. അതായത് മങ്കി ബാഗ് എന്നാണ് അതിൻ്റെ, മറ്റേ മൻ കി ബാത്ത് അല്ല കേട്ടോ, മങ്കി ബാഗ്. കുരങ്ങൻ്റെ ഒരു പടമുള്ള ഒരു ബാഗാണ്. ആ ബാഗാണ് കഥ മൊത്തം കൊണ്ടുപോകുന്ന. ആ ബാഗാണ് പണ്ട് ജഗതി പറഞ്ഞ പോലെ, മറ്റേ എന്തോ ജഗതിയല്ലോ, ഇന്നസെൻറ്റ് ഇന്ദ്രൻസ് പറയും, മറ്റേ അയലത്തെ അദ്ദേഹം എന്ന് പറയുന്ന സിനിമയിൽ കഥ കൊണ്ടുപോകുന്ന ഒരു ബെഡ്ഷീറ്റാണ് മക്കളെ. അല്ല, ജഗതിയാണ് പറയുന്നതെന്ന് തോന്നുന്നില്ലേ. അതുപോലെ ഈ മങ്കി ബാഗ്, ഈ ബാഗിനകത്ത് അവസാനം ആ ഹീറോയുടെ അച്ഛൻ്റെ തല കാണും. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര വിഷമമാവും പുള്ളിക്ക്. ഭയങ്കര സസ്പെൻസാണ്. ഈ മഹാരാജ സിനിമ എടുത്തില്ലേ, അതേ ഡയറക്ടറൊക്കെയാണ്. അതിൻ്റെ കഥയും സ്ക്രിപ്റ്റൊക്കെ പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ സിനിമയിൽ ഹീറോ ഒരു ചെയ്ത്തങ്ങ് ചെയ്യും. ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടെ ഇവൻ്റെ വീട്ടിൽ പോകുന്ന കാണിക്കും. ഇവനെ ഹീറോ തല്ലുന്നതായിട്ട് കാണിക്കും ചെറുതായിട്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ ഇവൻ 2 കാലും ഇല്ലാതെ കിടക്കുകയാണ്. 2 കാലും 2 കൈയും ഇല്ലെന്ന് തോന്നുന്നു, 2 അങ്ങനെ കിടക്കുകയാണ്. ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ വേറെ ഒരുത്തന് ഫോൺ ചെയ്യും, എടാ നീ എപ്പോഴാണ് വരുന്നത്, ഇവിടെ ഒരു സാധനം കിടപ്പുണ്ടല്ലോ, ജീവനോടെ കിടപ്പുണ്ട്, ജീവൻ മാത്രം എടുക്കാതെ ആ തെണ്ടി ഇങ്ങനെ ഒരു ചെയ്തിട്ട് അങ്ങ് പോയി. ആ ചെയ്തവൻ, അവൻ ആരാന്നറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിനെ വെച്ചുകൊണ്ട്, എടാ പെട്ടെന്ന് വന്നിട്ട് പോകണേ, കാരണം പിള്ളേർ 4 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും, നീ പെട്ടെന്ന് ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ ചോദിച്ച് ഇവൻ്റെ മുന്നിൽ തന്നെ ഇവനെ മറ്റേ ടോയ്ലറ്റിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് മറ്റേ കുണ്ടിയൊക്കെ കഴുകിയിട്ട് കൊണ്ടുവന്ന് അങ്ങ് ഇടുകയാണ്, ഒരു മൂലയിൽ അങ്ങ് ഇടുകയാണ്. അപ്പം അങ്ങനെ കിടന്ന് അനുഭവിച്ച് വേണം ഈ അഷ്കറോ ഈ കുഷ്കറോ ഈ മറ്റേ കുഷ്ഠം പിടിച്ച തായോളിയൊക്കെ ഇവനൊക്കെ ചാകുന്നത് അങ്ങനെയൊക്കെ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നമ്മുടെ നിയമം എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ ഈ 2 തെറി പറഞ്ഞില്ലേ, എനിക്കെതിരെ നിയമ നടപടി ഉണ്ടാവും. പക്ഷേ ആ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ കാണിച്ചവനെതിരെ അതേ സാധാരണ നിയമം തന്നെ, അതേ കൊലക്കേസ് തന്നെ, അതേ ഒരുത്തൻ കൊന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ. പക്ഷേ ജഡ്ജിൻ്റെ മുന്നിൽ കുറച്ച് കൂടുതലായിട്ട് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യും. പക്ഷേ എന്നാലും വലിയ യൂസൊന്നും ഇല്ല. അതുപോലൊക്കെ തന്നെ ചിലപ്പം 14 വർഷം 2 ടേമായിട്ട് അങ്ങ് കൊടുക്കും. പിന്നെ ഈ കിട്ടുന്ന നമുക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ ഈ അടി കിട്ടുന്നത് ഈ മറ്റേ റിമാൻഡിന് പോയപ്പോൾ തന്നെ ഇപ്പോൾ നടക്കാൻ വയ്യല്ലോ, അതുപോലെ മറ്റേ കുണ്ടിയിലൂടെ സാധനമൊക്കെ കയറ്റി ഇറക്കി, ബോട്ടിലൊക്കെ കയറ്റി ഇറക്കി, അങ്ങനത്തെ പരിപാടിയൊക്കെ ജയിലിലുള്ള ആൾക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെയുള്ളൂ ഒരു സന്തോഷം. എന്താ പറയുക, അതുപോലത്തെ തെണ്ടി എന്നൊന്നും പറയുന്നത് വളരെ കുറഞ്ഞു പോയി.